രാവും പകലും സാത്താൻ നമ്മുടെ കുറ്റം പറയുമ്പോൾ നമുക്ക് പറയാനായിട്ടൊന്നേ ഉള്ളൂ, എനിക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് രക്തം ചിന്തിയ യേശു ക്രിസ്തു തന്നെയാണ് എനിക്കുള്ള ഉത്തരം. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തതിനാൽ അവൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ എനിക്ക് ശിക്ഷയില്ല, എനിക്ക് രക്ഷയുണ്ട്. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ മക്കളെ ഹാലേലൂയ. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ ഹാലേലൂയ. ശക്തിയോടെ യേശുവേ എന്ന് വിളിച്ചേ. നമ്മൾ പാപം ചെയ്തു പോകുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഒത്തിരി അങ്ങോട്ട് ആകുലപ്പെട്ട് നിരാശപ്പെടരുത്. പകരം എനിക്ക് തെറ്റ് പറ്റിയെന്നുള്ളത് ശരിയാണ്, പക്ഷേ എന്നെ രക്ഷിക്കാൻ എൻ്റെ കർത്താവുണ്ട്, അവൻ്റെ രക്തമുണ്ട്. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. സാത്താൻ്റെ പുറത്ത് നമ്മൾ വിജയം നേടുകയാണ്. സാത്താൻ്റെ പുറത്ത് നമ്മൾ വിജയം നേടുകയാണ്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റി കഴിയുമ്പോൾ ഭയങ്കരമായ ഒരു കുറ്റബോധവും കൊണ്ട് സാത്താൻ വരികയാണ്. നീ അത് ചെയ്തില്ലേ, നിനക്ക് ദൈവത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഇമേജ് നഷ്ടപ്പെട്ടു പോയില്ലേ, ദൈവം ഇപ്പറ്റി നിന്നെപ്പറ്റി എന്തായിരിക്കും വിചാരിക്കുന്നത്, എല്ലാം കളഞ്ഞു കുളിച്ചില്ലേ, നീ എന്തിനാ എന്നും പള്ളിയിൽ പോകുന്നത്, നീ എന്തിനാ എന്നും പ്രാർത്ഥിക്കുന്നത്, നീ ഇത്രയേ ഉള്ളൂ, നീ വെറും വൃത്തികെട്ടവളാണ്, നീ വെറും വൃത്തികെട്ടവനാണ്. ഈ ചിന്ത സാത്താൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവനെ പരാജയപ്പെടുത്തേണ്ടത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും നമ്മുടെ സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടുമാണ്. സാത്താനോട് തിരിച്ചു പറയണം, സാത്താനെ, ഞാൻ ആ പാപത്തിൽ വീണുപോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ എനിക്കൊരു കുഞ്ഞാടുണ്ട്, ആ കുഞ്ഞാടിൻ്റെ രക്തം എന്നെ കഴുകുന്നു, എനിക്ക് ശിക്ഷ കിട്ടത്തില്ല. കാരണം എൻ്റെ കുഞ്ഞാട് എനിക്ക് പകരം ശിക്ഷ ഏറ്റെടുത്തതിനാൽ, കുഞ്ഞാട് ശിക്ഷ ഏറ്റെടുത്ത ഒറ്റ കാരണത്താൽ എൻ്റെ പുറത്ത് ശിക്ഷയില്ല, ഞാൻ രക്ഷയിലേക്ക് കടന്നിരിക്കുന്നു. 2 കരവും ഉയർത്തി വിളിച്ച് യേശുവേ എന്നത് വിളിച്ച് കർത്താവേ